ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എൻ്റെ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇന്നലെ ടൂർ പോയി വന്നിട്ട് എൻ്റെ ക്ഷീണം മാറിയില്ല. നോക്കാറവളം മുഖല്ലോ ഓടി ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല, ക്ഷീണം കൊണ്ട്. നല്ലൊരു സുഖം. ഇന്നലെ ഈ സമയം നമ്മൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. വെള്ളത്തിൽ കളിച്ച് സൗണ്ടെല്ലാം മാറിനുള്ളത്. എൻ്റെ ഇപ്പം ഉറങ്ങി നിൽക്കുന്നത്ര കണ്ട അനിയന. അപ്പം അച്ഛൻ ഇന്നലെ അണ്ടി മാങ്ങ കൊണ്ടുവന്നതിന് കുറേ ഞാൻ കൊണ്ടുവന്നത് കൂടാണ്ട് ഇന്നലെയും കൊണ്ടുവന്നിന്. നീ അത് കടിച്ച് തിന്നതിന്. നമുക്ക് അതിനെ കൊണ്ട് ഓൾച്ച മിഠായി ആക്കാന്ന് അറിയില്ല. നീയോട് ഓൾച്ച മിഠായി ആക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഓൾച്ച മിഠായി ആക്കുന്ന ചെറിയ വീഡിയോ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ പോയത്. നീ അത് എച്ചും തിന്ന് തീർക്കുന്ന പാട് അണ്ടി മാങ്ങ വേണ്ടേ വെള്ളത്തിന് ഓൾച്ച മിഠായിക്ക് തിന്നുവിന്. അപ്പം ഇത് പിഴിഞ്ഞിട്ട് വെള്ളം എടുക്കണം നമുക്ക് അറിയില്ല. ഇതാക്കെ അമ്മേനോട് ആക്കാൻ ചോദിച്ചാൽ അമ്മ ആക്കി തരുമല്ലോ. ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്നതാ. എങ്ങനെ ആക്കുമെന്നറിയില്ല, അമ്മേനോട് കിട്ടും. അല്ല, ഇത് എങ്ങനെ ആക്കുവാന്ന് നടക്കാറില്ല. ഇവര് പണ്ട് വെള്ളമായിട്ട് നിൽക്കുന്ന സമയം ആക്കലുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇത് വെള്ളമാക്കിയിട്ട് വെള്ളം ഉരുകുമ്പോൾ അതിൻ്റെ അകത്ത് വിരലിടലാങ്ങാറ്റാണ്. നമുക്കൊരിക്കൽ ആക്കി നോക്കാം. ഇവർ ഇന്നലെ പറയുന്നുണ്ട് ആക്കണം ഈ അണ്ടിമാങ്ങ കൊണ്ടുവന്നത്. ഞാൻ അണ്ടിമാങ്ങ ഇങ്ങനെ കടിച്ച് തിന്നാൻ നോക്കുമ്പോൾ ഇവിടെ അന്നെ വിട്ടിട്ടില്ല. അണ്ടിമാങ്ങ കടിക്കല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഇത് ഒന്ന് ആക്കി നോക്കാം. ഒന്ന് ആക്കി നോക്കിയിട്ട് എന്തെങ്കിലും രസം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് പറയാം. നിങ്ങളോട് ഒരിക്കൽ ആക്കി നോക്കിക്കോട്ടാ. ആക്കി നോക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ അണ്ടിമാങ്ങ പിഴിഞ്ഞിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അനക്ക് കഴിഞ്ഞപ്പോണ്ട് ഇങ്ങനെ പിയാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ അവിടെ വെച്ച അപ്പോൾ രഞ്ജു പറഞ്ഞ് ഞാൻ പിഴിഞ്ഞോളുന്നത്. എന്നിട്ട് ഓള് പിഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് വെള്ളം കുറുകാൻ വേണ്ടിയിട്ട് അടുപ്പത്തിട്ട് ലേശം അണ്ടിമാങ്ങനെ വെള്ളം. പണ്ട് ഇവരിങ്ങനെ ആക്കുന്ന കണ്ടിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ആക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം ഇത് കുറുകി വരുമ്പോൾ അതിനകത്ത് ലേശം തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറുകി വരുമ്പോൾ അതിൽ ഞാൻ ലേശം തേങ്ങ ഇട്ട് കൊടുക്കാം. ആക്കി നോക്കുന്നതാണേ, ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ ഓരോന്നോരോന്ന് ആക്കി നോക്കുക. ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് അങ്ങനെ നോക്കുന്നതാണ്. കേട്ട് പിന്നെ അടിയിൽ ലേശം വെളിച്ചെണ്ണ അടിയിൽ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു നോക്കട്ടെ. എല്ലാം ഒരു പരീക്ഷണമാണ്. അമ്മ അത് വാങ്ങിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്കത് കടലാസ് പൊതിയണം. ഇതിന് ഇങ്ങനെ ആക്കിയോണ്ട് കടലാസ് പൊതിയാൻ കഴിയുമോന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ പ്ലേറ്റിനകത്ത് വയ്ക്കുമോ ഇതിന്. അതുകൊണ്ടല്ല അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ട് തിന്നോക്കാം. ഓർച്ചാന്ന് പറയുമ്പോൾ കടലാസിൽ പൊതിയണം. പ്ലാസ്റ്റിക് കടലാസ് പൊതിഞ്ഞിട്ടല്ലേ ഉണ്ടാകല്. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് നമുക്കിങ്ങനെ മുറിച്ചിട്ട് തിന്നാം. കുറച്ച് തണിയാൻ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഇങ്ങനെ തണിഞ്ഞാൽ മതി. തണിയട്ടെ. അപ്പം അത് കട്ടിയാവും. ചോറുന്ന ഇത് തണിയുമ്പോൾ നമുക്ക് ചോറുന്ന അല്ലേ. ഓല ചുരുട്ടാൻ വേണ്ടിയിട്ട് രഞ്ജു കവറ് വരുന്നു. അത് ഞാനില്ലേ രഞ്ജോട് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞ് പോലെ നമുക്ക് കവറിലാക്കിയിട്ടാണ് നല്ല രസം ഉണ്ടാവുക. തണിച്ചാൽ നമുക്ക് കവറിലേക്ക് ഉരുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെച്ചാൽ പിന്നെ ഓളെന്ന് പറയുന്നത് അതുപോലെ ആക്കി കൊടുത്തേക്കാന്ന്. അപ്പോൾ നമ്മൾ കവറിലാക്കിയിട്ട് അത് ഉരുട്ടട്ടെ. രഞ്ജൂടിന്ന് ഉരുട്ടുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തേച്ചാൽ കൈക്ക് പറ്റൂല. കുഞ്ഞു മുട്ടായിൻ്റെ ഷേപ്പാക്കിയിട്ട് കെട്ടി വെക്കാം. അമ്മയാ കെട്ടുന്നേ. അമ്മ വെളിച്ചെണ്ണ തേക്കാണ്ടാണ് എടുത്തിട്ട്. ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടില്ലേ, വെളിച്ചെണ്ണ തേക്കാണ്ട് കൈക്ക് എടുത്ത് നോക്കി. അപ്പോൾ കൈക്ക് രണ്ടിങ്ങനെ ഒട്ടി നിന്നിട്ടുണ്ടാ. അപ്പോൾ ഇത് ഞാൻ മുട്ടായി പാക്കറ്റിൽ വെക്കുന്ന വെളിച്ചെണ്ണ അത്ര നല്ല രസമുണ്ട്. ഞാൻ നോക്കിയാൽ ഭയങ്കര ഇഷ്ടമായി. ഇത് മൊത്തം നമ്മൾ ഉരുട്ടി വെക്കട്ടെ. കടലാസിൽ പൊതിഞ്ഞിട്ട് ഓൽച്ച മുട്ടായി എന്നുവെച്ചാൽ അമ്മ കാണിച്ചുതരാം.
അപ്പോൾ ഇത് നമ്മൾ മോൾച്ച മുട്ടായി ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മ ഇത് കടലാസ് കെട്ടി. എന്നാ പക്ഷെ ഞാൻ കടലാസ് കെട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജു പറഞ്ഞാൽ നമ്മൾ കടലാസ് കെട്ടിയാലാണ് നല്ല വൃത്തിയെന്നാണ്. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് തിന്നാലോ ഓരോർക്ക് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ കടലാസ് കെട്ടിയേക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി. ഉണ്ടാ പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഓൾച്ച മുട്ടായി മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആക്കി നോക്കി. അപ്പോൾ നല്ല ഇതായി. തിന്നോക്കട്ടെ. അപ്പോൾ എൻ്റെ താലോലിക്കണ്ട ഇത് ഞാൻ വിത്തിന് വെച്ചാന്നേ. പിന്നെ ഇത് ഇവിടെ മാത്രമേ വണ്ണുള്ളൂ, ഇവിടെ വണ്ണൂലാണ്ട് ചോദിച്ചാൽ ഒന്ന് വിത്തിന് വെക്കാമെന്ന്. അടുത്ത പ്രാവശ്യം നടുമ്പോൾ വിത്തായല്ലോ, അതുകൊണ്ട് ഇത് വിത്തിന് വെച്ച്. പിന്നെ പാട് കയ്പക്കി ഉണ്ടാകുന്നുണ്ട് എൻ്റെ അകത്ത്. കണ്ടാ പാടുണ്ടാകുന്നുണ്ട് കയ്പക്കയിൽ. അപ്പോൾ ഞാൻ 2 താലോലിക്ക പറിച്ചു. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണേ. ഇതാ വൈദ്യനിങ്ങ, ഇതാ പച്ച വൈദ്യനിങ്ങ വലുതായി. ഇതാ ഒന്നുണ്ടായി, ഇനി ഒന്നുണ്ടാകുന്നുണ്ട്. ഇതാ വയലറ്റ് അല്ല, പച്ചയാണ്. അപ്പോൾ എൻ്റെ വെള്ളരിക്ക ഉണ്ടല്ല, കുഞ്ഞു കുഞ്ഞു വെള്ളരിക്ക. എന്താ വെള്ളരിക്കെല്ലാം പഴുത്ത്. ഇപ്രാവശ്യം അത്രയും വെള്ളരിക്കില്ല, കുറച്ചേ ഉള്ളൂ വെള്ളരിക്ക. നല്ല ഇതായി. അപ്പോൾ ഞാനൊരു കുഞ്ഞു വെള്ളരിക്ക പറിച്ചു. തിന്നോക്കട്ടെ. വെള്ളരിക്ക റന തിന്നുമ്പോൾ റന പറയുന്നിട്ട് കയക്കുന്നത്. ഇത് തിന്നോക്കട്ടെ ഞാൻ റനയും. അപ്പോൾ ഞാനാക്കിയ ഓൾച്ച മുട്ടയെ റനക്ക് കൊടുക്കട്ടെ. റന എന്ത് ടേസ്റ്റ് നോക്കട്ടെ, എന്തുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു. പറ്റിപ്പോയിനി. അങ്ങനെ വാരിട്. നല്ല ടേസ്റ്റ് ഉണ്ട്. രസമുണ്ടെങ്കിൽ രസമുണ്ട്. നാസിബൂനും കൊടുക്കാം. നാസിബു ചോദിക്കുന്നത് നാസിബുലി. അപ്പോൾ നമ്മൾ നാസിബുല് കൊടുക്കട്ടെ. നാസിബുലിന് കൊടുക്കട്ടെ ചോക്ലേറ്റ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.